കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്കനേർച്ച പുരോഗമിക്കുകയാണ്. 1124 കുഞ്ഞുങ്ങളാണ് തൂക്കനേർച്ചയുടെ ഭാഗമാകുന്നത്. രാവിലെ തുടങ്ങിയ ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീണ്ടുനിൽക്കും. വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിവരങ്ങളുമായി കെ പി സുരേഷ് ചേരുന്നുണ്ട്. കെ പി, ഭക്തിസാന്ദ്രമാണ് കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രം. മീനത്തിലെ ഭരണിക്ക് ആ തൂക്കനേർച്ചയിൽ പങ്കെടുക്കാൻ 1142 കുഞ്ഞുങ്ങളെയാണ് ഇത്തവണ തൂക്കത്തിനിരുത്തുന്നത്. എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? നീലിമ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ പിറന്നാൾ സുദിനമാണിന്ന്. മീനഭരണി നാൾ അമ്മയുടെ പിറന്നാൾ ദിവസമാണ്. അന്നേ ദിവസമാണ് പ്രഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ ഈ കൊല്ലങ്കോട് തൂക്കം ഈ സന്നിധിയിൽ എല്ലാ വർഷവും നടത്താറുള്ളത്. ഈ വർഷം 1124 കുഞ്ഞുങ്ങളെയാണ് ഈ വില്ലിൽ തൂക്ക ചടങ്ങിൽ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്നത്. 1150 തൂക്കക്കാരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ വില്ലിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂങ്ങുന്ന ചടങ്ങിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ട അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ജനസാഗരങ്ങൾ ഈ ഒരു കടലോര ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിലേക്ക് ഭക്തർ രാവിലെ മുതൽ തന്നെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. ഇപ്പോഴിതാ 180ാമത്തെ വില്ലിൽ തൂക്കമാണ് ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് അല്പസമയം മുമ്പ് കടന്നുപോയത്. ഇപ്പോൾ മറ്റ് 4 കുഞ്ഞുങ്ങളുമായിട്ട് തൂക്കക്കാർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. സമയത്തിനകം തന്നെ 181ാമത്തെ തൂക്ക വില്ലുമായി ഈ ക്ഷേത്രത്തെ ഈ വെങ്കിഞ്ഞി മുടിപ്പുരിയെ വലം വെച്ചുകൊണ്ട് ആ തേരി പ്രദക്ഷിണം വയ്ക്കും. അങ്ങനെ 1124 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കാൻ ഇന്ന് ഏകദേശം പുലർച്ചയോടടുക്കും, അർദ്ധരാത്രി കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മണിക്കൂറിൽ 15 മുതൽ 19 വരെ കുഞ്ഞുങ്ങൾ ഈ തൂക്ക വണ്ടിയാണ് ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കുക. അതായത് ഒരു തൂക്കത്തിൽ 4 തൂക്കക്കാരാണ് ഉള്ളത്. ആ 4 തൂക്കക്കാരും 4 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ തേരിൽ ഉയരുക. അവരുടെ മാറോട് ചേർത്ത് പിടിച്ച് അവരിങ്ങനെ പ്രദക്ഷിണം വലിക്കും. ഈ തേര് വലിക്കാൻ വ്രതശുദ്ധിയോടെ തയ്യാറെടുത്ത ആൾക്കാരുണ്ടാകും. അവർ പ്രത്യേക ജയ് കാളി വിളികളോടെ തന്നെയാണ് ഈ തേര് വലിക്കുക. അങ്ങനെ ഒരു പ്രദക്ഷിണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയും ഈ തൂക്കക്കാരെയും താടിയിറക്കും. ഇതിന് ഏറ്റവും വലിയ സവിശേഷത, ഓരോ വർഷം കഴിയുന്തോറും ഈ തൂക്കക്കാരുടെ എണ്ണം വർധനവുണ്ടാകുന്നു, കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു, ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. സമാനതകളില്ലാത്ത ഒരു ഹൃദ്യമായ ഒരു സാമീപ്യം തന്നെ ഇവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉടനീളം കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രത്യേകിച്ച് മുൻപ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ് ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലാണ് ഈ കൊല്ലങ്കോട് ദേശം സ്ഥിതി ചെയ്തത്. മുമ്പ് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായും ഭാഷാപരമായും മലയാളമാണ്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമയാണ് ഈ ദേശത്തിനുള്ളത്. അതേസമയം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് തമിഴ്നാട് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ഒരു ക്ഷേത്രം എന്ന രീതിയിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. 2 മുടിപ്പുരകളിലാണ് 2 ഭാവത്തിൽ ഈ കൊല്ലങ്കോടമ്മ കുടികൊള്ളുന്നത്. ഭദ്രയായും രുദ്രയായും കുടികൊള്ളുന്ന 2 ഭാവങ്ങളിൽ കുടികൊള്ളുന്ന അമ്മയ്ക്ക് 2 മുടിപ്പുരകളുമുണ്ട്. വട്ടവള്ള മുടിപ്പുരയാണ് മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആ മുടിപ്പുരയിലാണ് നിത്യപൂജകളൊക്കെ നടക്കുന്നത്. നമ്മൾ ദൃശ്യത്തിൽ നിന്ന് കാണുന്ന ഈ ക്ഷേത്രം ഉത്സവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വെങ്കഞ്ഞി മുടിപ്പുര അഥവാ ഉത്സവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇവിടെ ഈ ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ദേവിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഏറെ സവിശേഷതയാണ്. അങ്ങനെ ആ ദേവിയെ 2 ഭാവങ്ങളിലുള്ള 2 അമ്മമാരെയും ഇവിടത്തേക്ക് എഴുന്നള്ളിച്ച് കുടിയിരുത്തി പിന്നീട് 10 ദിവസം ഇവിടെ നിത്യപൂജ നടക്കും. ഇന്ന് ഈ തൂക്കം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുതിയോടെ വില്ലിൽമൂട്ടിൽ ഗുരുസി എന്ന് പറയും. ആ ഒരു ചടങ്ങോട് കൂടിയാണ് മഹോത്സവത്തിന് സമാപനമാവുക. പിന്നീട്
ഈ ദേവിയെ മൂലക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് വരും ദിവസങ്ങളിലുള്ളത്. അങ്ങനെ ആ എഴുന്നള്ളിച്ച് ഭദ്രയായും രുദ്രയായും വാണരുളുന്ന കൊല്ലങ്കോടമ്മയെ വട്ടവിള മൂലക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് പിന്നീട് അവിടെ ആ ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകളും നിത്യപൂജകളും ഒക്കെ നടക്കും. ആ സമയം ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ ദേവിമാരുണ്ടാവില്ല, അമ്മമാരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ആ സമയത്തൊക്കെ അടഞ്ഞു കിടക്കും. പിന്നീട് ഓരോ വർഷവും ഈ വൃശ്ചിക മാസത്തിലെ ചേർപ്പ് മഹോത്സവം 41 ദിവസം നീണ്ടുക്കുന്ന ആ ഒരു മഹോത്സവം അത് ഒന്നിടവിട്ട വർഷങ്ങളിൽ ഇവിടെയാണ് നടക്കുക. അപ്പോൾ 41 ദിവസം ഇവിടെ നട തുറന്ന് മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയും ഉണ്ടാകും. അതായത് ഒരു വർഷം ഇവിടെയാണെങ്കിൽ ഒരു വർഷം ആ മൂലസ്ഥാനത്താണ് ആ ചടങ്ങുകൾ നടക്കുക. അങ്ങനെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിനും ഏറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. മറ്റൊരു സവിശേഷത ഇവിടുത്തെ നിത്യപൂജകളടക്കം നടത്തുന്നത് വാത്തിമാരാണ്. വാത്തിമാർ എന്നറിയപ്പെടുന്നത് കൊല്ല സമുദായത്തിൽപ്പെട്ട പൂജാരിമാരാണ്. എല്ലാ മാസത്തെയും ഭരണി നാളിൽ മാത്രമാണ് ഇവിടെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ച ക്ഷേത്ര പൂജാരിമാർ ഈ പൂജാ ചടങ്ങുകൾ നിർവഹിക്കുന്നത്. മറ്റു ദിവസങ്ങളിലൊക്കെയും കൊല്ല സമുദായത്തിൽപ്പെട്ട വാത്തിമാരാണ് ഇവിടെ നിത്യപൂജ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രത്യേക ചടങ്ങുകളും പ്രത്യേക മന്ത്രധ്വനികളുമാണ് ഈ ക്ഷേത്രത്തിൽ മുഴുകുക. അതായത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ സമുദായത്തിനും എല്ലാ ജാതിക്കും മതസ്ഥർക്കും ജാതിയിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരുപോലെ തുറന്നുകൊടുത്ത ഒരു ക്ഷേത്രമാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് പോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാവുകയും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽ ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ ജാതിസ്ഥർക്കും പ്രവേശനമുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിന് മുൻപ് തന്നെ എല്ലാ ഹൈന്ദവ സമുദായത്തിലെ എല്ലാ ജാതിയിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജാതിയിലുള്ളവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായും. അതുകൂടാതെ ക്രൈസ്തവ സമുദായത്തിലുള്ള അവർക്ക്, മുസ്ലിം സമുദായത്തിലുള്ളവർക്ക്, അങ്ങനെ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ പ്രവേശനമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്നും നമ്മൾ രാവിലെ മുതൽ കണ്ടത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ തൂക്കനേർച്ച നേരാൻ ആ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ കുഞ്ഞുങ്ങളുമായി എത്തിയിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തിലുള്ള നിരവധി പേർ ഈ ക്ഷേത്രത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്തി എന്നതാണ്. അതായത് സന്താന സൗഭാഗ്യത്തിനായി അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വർഷത്തിനകം ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന മാതാപിതാക്കളാണ് ഞങ്ങളിതാ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ സമർപ്പിക്കുന്നു, അമ്മയ്ക്ക് തൂർക്ക നേർച്ചയ്ക്കായി ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ അവർ അനുഗ്രഹം നേടിയതിനു ശേഷം ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ ഈ വില്ലിൽ തൂക്കുന്ന ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയും ആ ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയും തേടുകയും ചെയ്യുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ, മാതാപിതാക്കൾ കണ്ണീരോടെയാണ് ഈ വില്ലിൽ തൂങ്ങുന്ന ആ കാഴ്ചകൾ കാണുക. അത് പക്ഷേ സങ്കടത്തിൻ്റെയോ സങ്കോചത്തിൻ്റെയോ ആധിയുടെയോ വ്യാധിയുടെയോ പരിഭ്രമത്തിൻ്റെയോ ഒന്നും കണ്ണീരല്ല, അവിടെ സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. അമ്മ തന്ന കുഞ്ഞിനിതാ അമ്മ തന്നെ നെഞ്ചോട് ചേർത്ത് ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. അമ്മ തന്നെയാണ്, അമ്മയുടെ സ്നേഹവായ്പ തന്നെയാണ് ആ കുഞ്ഞുങ്ങൾ ആ സമയം അനുഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ആനന്ദക്കണ്ണീരാണ് അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂര്യ നമസ്കാര ചടങ്ങുകളൊക്കെയും ദിവസവും രാവിലെയും വൈകിട്ടും അങ്ങനെ ദിവസങ്ങളോളം നടത്തിയവരാണ്. കൂടാതെ ഈ തേര് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ എല്ലാ ദിവസവും അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വില്ലിൻ്റെ ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു. അതിലും എല്ലാ തരത്തിലും ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ സാങ്കേതിക വിദഗ്ധരടക്കം വിവിധ വിഭാഗങ്ങളിലുള്ള സാങ്കേതിക വിദഗ്ധരടക്കം വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം വന്നുകൊണ്ട് അതിൻ്റെ മികവ്, അതിൻ്റെ ആ ഒരു ബലം പരീക്ഷിച്ചതിന് ശേഷമാണ് ഇന്ന് രാവിലെ 6:30 മുതൽ ഈ തൂക്ക മഹോത്സവത്തിന് ഈ വില്ല് ഓടിത്തുടങ്ങിയത്. ഒപ്പം സേഫ്റ്റി ബെൽറ്റ് അടക്കം മികച്ച സാങ്കേതിക തികവാണ് ഈ കുഞ്ഞുങ്ങളെയും ഈ തൂക്കക്കാരെയും ഈ തേരിൽ ബന്ധിപ്പിക്കുന്ന അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആ ഘട്ടം ഘട്ടമായിട്ടുള്ളതിന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തന്നെ ഉണ്ടാകും. അങ്ങനെ അവർ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തേരിൽ ഉയരുന്നത്. അതുകൂടാതെ ഈ സാങ്കേതികമായ തികവ്, എല്ലാ സംവിധാനങ്ങളും, അതിലപ്പുറം അമ്മ ഞങ്ങളെ കാത്തുകൊള്ളും, അമ്മ ഞങ്ങളുടെ
കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊള്ളും, എല്ലാ അനുഗ്രഹവും അമ്മയുടെ തിരുസന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള ആ ഒരു സങ്കല്പം, ആ ഒരു വിശ്വാസം, ആ ഒരു ആത്മബലം തന്നെയാണ് എല്ലാ മാതാപിതാക്കളെയും ഇവിടത്തേക്ക് ആനയിക്കുന്നത്, ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സംഘാടകരോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അല്പസമയം നമ്മൾ ചില സംഘാടകരെ കാണുകയുണ്ടായി. ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗം, ദേവസ്വം എക്സിക്യൂട്ടീവ് അംഗം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ ഇതാ രാവിലെ 6:30 മുതലാണ് ചടങ്ങ് തുടങ്ങിയത്. ഇപ്പോൾ വൈകുന്നേരമായിട്ടും ആൾക്കാർ, ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇനിയും ഇതിലും കൂടുതൽ ഭക്തർ ഒഴുകിയെത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അല്ലേ? ഒരു സംശയമില്ല. ഈ ഒഴുക്ക് രാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലം 2 മണി വരെ ഈ ഒഴുക്കുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീനമാസത്തിലെ ഭരണി എന്ന് പറയുന്നത് അമ്മയുടെ ജന്മനാളാണ്. മീനമാസത്തിലെ ഭരണി എന്ന് പറഞ്ഞാൽ ആ ദിവസം അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്ന കാര്യം നടക്കും. ഈ കുട്ടികളില്ലാത്തവർ അന്നേ ദിവസം അമ്മയെ പോലെ അമ്മയെ അടുത്ത മീനത്തിൽ ഞാൻ അമ്മയ്ക്കൊരു നേർച്ച നടത്താൻ കുട്ടിയുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അതോടൊപ്പം തന്നെ മീനമാസത്തിൽ അമ്മ എൻ്റെ മോന് നല്ല വിദ്യാഭ്യാസം കിട്ടണം, എൻ്റെ മോന് നല്ല ആരോഗ്യം കിട്ടണം, അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ 1150 തൂക്കം ഈ വർഷം ഉണ്ട്. ഇപ്പോൾ തന്നെ 170 വണ്ടി പോയി കഴിഞ്ഞു. ഇനി 280ഓളം വണ്ടി ഓടാനുണ്ട്. അപ്പോൾ ഇത് തീരുമാനം ഏകദേശം 3 മണി വരെ ആവും. അപ്പോൾ ഈ ആൾക്കാർ കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയും തമിഴ്നാട് ജില്ലയും മൊത്തത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ വന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന് സന്തോഷം, അതാണ് ഈ കാണുന്ന ജനത്തിരക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ച് ആ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? അതെ, അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടി. ഈ മീനമാസം ഈ ഭരണി നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ജില്ലയ്ക്കകത്ത് ഇത്രയും തിരക്കുള്ള ഒരു സംവിധാനമില്ല. ഇത്രയും തിരക്ക് അവർക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുക, കമ്മിറ്റിക്കാർ അതുപോലെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് ഈ അലങ്കാരങ്ങളും മറ്റു കാര്യങ്ങളും കച്ചവടങ്ങൾ തന്നെ അവർക്ക് എന്ത് സാധനം വേണോ, ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ, വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാങ്ങാൻ പറ്റും. ഇത് ഗ്രാമപ്രദേശമാണ്, ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റി ആയത്. എന്നാലും ഗ്രാമത്തിൻ്റെ എല്ലാ അന്തരീക്ഷവും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം, ഈ ദിവസം ഇന്നും നാളെയും പർച്ചേസ് ദിവസമാണ് ഇത് കഴിഞ്ഞാലൊക്കെ ഉണ്ട്. അത്രത്തോളം ജനങ്ങൾക്ക് വിശ്വാസത്തെക്കാൾ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഉത്സവമാണ്, മനസ്സ് ആഘോഷമാണ് അല്ലേ? ഉത്സവം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഉത്സവമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പല പല ജോലികളുമുണ്ട്. ഈ നാട്ടുകാർ ഈ അമേരിക്ക മുതൽ ഈ എല്ലാ രാജ്യത്തുള്ളവരും കൊല്ലംകോട്ടുകാരനാണെങ്കിൽ ഇവിടെ എത്തും, ഈ ഉത്സവത്തിന് എത്തും, ഉറപ്പായിത്തീരിക്കും. അതുകൊണ്ട് അവരെ ജന്മനാളുള്ളതാണ്. പട്ടാളമാവട്ടെ ഗൾഫിലാവട്ടെ ഏത് പോസ്റ്റിലുള്ള അവർ 2 ദിവസം ലീവ് വന്നിരിക്കും. ഇപ്പോൾ ഈ പുലർച്ചയോട് തന്നെ ഏകദേശം 2 മണി എന്ന് പറയുമ്പോൾ പുലർച്ചയായി. ആ സമയത്തോടെയാണ് ഇതിനെ ഈ തൂക്ക നേർച്ചയ്ക്ക് സമാപനമാകുക. പിന്നീടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ? ഈ തൂക്കം തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുരിശിയാണ്. ഇതെല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഈ വണ്ടിയെ ഒതുക്കി അവിടെ പൂജകൾ നടത്തി വില്ല് ആദ്യം ഇറക്കും. വില്ല് ഇറക്കിയിട്ട് വില്ലിനെ ഇറക്കി വെച്ച ശേഷം നേരെ ദേവിയുടെ ഫ്രണ്ടിൽ വന്ന് കുരുതി കൊടുക്കും. കുരുതി എന്ന് പറഞ്ഞാൽ ഇതിന് ഈ തൂക്കം നടത്തിയ കുച്ചുങ്ങളെ എടുക്കുന്ന തൂക്കക്കാരുടെ ശരീരത്തിൽ നമ്മൾ കുത്തി രക്തം വയ്ക്കും. ആ രക്തം എല്ലാവരെയും എടുത്തിട്ട് ഈ 1150 രക്തം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതും പിറ്റേ ദിവസം രാവിലെ ഒരു കുമ്പളങ്ങയും വെച്ച് അതിനൊരു പൂജ നടത്തി ഒരു 1.5 മണിക്കൂർ ആ പൂജ നടക്കും. ആ പൂജയ്ക്ക് ശേഷം ആ രക്തത്തിന് അർപ്പിക്കുകയാണ് ദേവിക്ക്. ആ അർപ്പിച്ചോടുകൂടി ഉത്സവം തീർന്നു. പിന്നെ ഒരു ഉത്സവമില്ല. അത് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നട തുറക്കുകയില്ല. പിന്നെ ദേവി അവിടെ പോയി കുടിയിരിക്കുകയുള്ളൂ. അടുത്ത ദിവസം തുറക്കത്തുള്ളൂ. അതുതന്നെയാണ് ഒട്ടേറെ സവിശേഷതകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിന് പറയാനുള്ളത്. ഇപ്പോൾ ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുസി എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ്, ആ ഗുരുസിയും ഭദ്രകാളിയാണ്. കാളിയുടെ അമ്മയുടെ 2 ഭാവങ്ങളാണ്, ഭദ്രയും രുദ്രയുമുള്ള ആ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആ തനിമയും മഹിമയും ഈ ആഘോഷത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനോഹരമായ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരേ സ്വരത്തിൽ പല ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾ ഈ കൊല്ലങ്കോടുകാരാണെങ്കിൽ ഈ ദേശത്തിലേക്ക് പല ദേശങ്ങളിൽ നിന്നും ഏത് ദേശത്തിലുള്ളവരായി കഴിഞ്ഞാലും ഞങ്ങളിവിടെ എത്തിച്ചേരും. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെയും ഒരേ മനസ്സോടെ തന്നെയാണ് ഇവിടത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് ദേവസ്വത്തിൻ്റെ ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ അല്പസമയം എക്സിക്യൂട്ടീവ് മെമ്പറാണ് നമ്മളുടെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ദേവസ്വം പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ നായർ, അദ്ദേഹത്തോട് തന്നെ
ഈ ഈ ഈ ആഘോഷത്തിൻ്റെ ഈ ഒരു മികവിനെക്കുറിച്ച്, ഒരു തികവിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാരാണ് ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള അനവധി ആൾക്കാർ. ഇനിയും ഒരുപാട് തിരക്ക് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നേരത്തെ തന്നെ തയ്യാറായിരുന്നു അല്ലേ? 2026 തൂക്ക ഉത്സവം വിപുലമായ സജ്ജീകരണങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇതുവരെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വരും ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരും, ഇനിയും ദർശനം നടത്തുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ വലിയ ഒരു ജനക്കൂട്ടമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് കാണുന്നത്. 2200ഓളം തൂക്കമുണ്ട്. തൂക്കത്തിൻ്റെ നേർച്ചക്കാർ, അവരോടുകൂടി വരുന്ന ബന്ധുക്കൾ, അല്ലാതെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്ത് വന്നിട്ട് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് തന്നെ 2 കല്യാണ മണ്ഡപങ്ങളുണ്ട്. അതിനകത്ത് വിശ്രമിക്കാനും നിൽക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കാമ്പൗണ്ട് മുഴുവനും ഒരു ടെമ്പററി ബസ് സ്റ്റാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഏകദേശം 30ഓളം ബസ്സുകൾ അതിനകത്ത് നിൽക്കും. ഭക്തജനങ്ങൾ അവിടെ ചെന്നാൽ ബസ്സിൽ കയറി പോകാം, അവിടെ ചെന്ന് അവിടെ ഇറങ്ങി ഇങ്ങോട്ട് ക്ഷേത്രത്തിലൂടെ നടന്നു വരാം. ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അതായത് ദേവസ്വത്തിൻ്റെ ഭാഗത്തിന് എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും, ഒപ്പം കേരള സർക്കാരും തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണമുണ്ടല്ലേ? നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകത്തക്കവണ്ണം, അതായത് കഷ്ടപ്പാടുകളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ KSRT ബസ്സുകൾ, തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട് പോക്കുവരത്ത് കഴകം അതിൻ്റെ ബസ്സുകൾ എല്ലാം സ്പെഷ്യൽ ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. അതുകൂടാതെ റെഗുലർ സർവീസുകളും നടന്നു വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗത്തു നിന്നും സ്പെഷ്യൽ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ഈ തൂക്ക മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാനും മറ്റും യാതൊരു അസൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഈ ക്ഷേത്രമാണ്. ഈ കൊല്ലം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് ഉള്ള കൂട്ടം ഉണ്ട്, ഭക്തജനങ്ങളുണ്ട്, വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനും. അപ്പോൾ ഈ തൂക്കച്ചടങ്ങ് അവസാനിക്കാൻ പുലർച്ചെയാകും, പിന്നീട് ഗുരുതിയാണ്. പിന്നീട് ഈ അമ്മയെ ഏറ്റവും ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമാണ്. ഭദ്രയായും രുദ്രയായും അമ്മ കുടികൊള്ളുന്നു 2 മുടിപ്പുരകൾ. പിന്നെ ഇനിയുള്ള ചടങ്ങുകൾ എന്തായിരിക്കും? ഇന്ന് ഈ തൂക്കം തീരുന്നത് പ്രതീക്ഷിക്കുന്ന നാളെ വെളുപ്പാങ്കാലത്തൊരു 4 മണിയോളം ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തൂക്കം കഴിഞ്ഞാൽ പിന്നെ വെളുക്കുന്നിടത്തോടു കൂടി നമ്മൾ ഈ കുരിശി എന്നുള്ള ഒരു ചടങ്ങ് നടത്തും. കുരിശി എന്ന് വെച്ചാൽ ഒരു മുമ്പേ കുരിശി നടത്തുന്നത്, പഴയ കാലത്ത് കുരിശി നടത്തുന്നത് കോഴി വെട്ടിയും അങ്ങനെയാണ് കുരിശി നടക്കുന്നത്. ഇപ്പം കുമ്പളങ്ങ് വെട്ടിയാണ് കുരിശി നടക്കുന്നത്. കുരിശി കഴിഞ്ഞാൽ ഇത് ഉത്സവ ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് മൂലക്ഷേത്രം ഇത് 1 കിലോമീറ്റർ പടിഞ്ഞാറ് വശത്ത് കേരള ബോർഡറോടൊപ്പമാണ് ഇരിക്കുന്നത്. അവിടത്തേക്ക് നാളെ എഴുന്നള്ളി അവിടെ പോകും. പിന്നെ നാളെ മുതൽ അവിടെയുള്ള സാധാരണഗതിയിലുള്ള പൂജാകർമ്മങ്ങളെല്ലാം തുടരുന്നതാണ്. ഈ തന്ത്രി വന്ന് പൂജ നടത്തും. മറ്റ് ദിവസങ്ങളിലുള്ള സാധാരണ പൂജ നടത്തുന്നത് ഇവിടുത്തെ ദിവസപൂജ നടത്തുന്ന കൊല്ലം സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പം 2 മുടികളാണ് പുറത്തെഴുന്നള്ളത്ത്, 2 മുടികളാണ്. പ്രത്യേക താളത്തിലാണ് ഈ വാദ്യമാർ അത് ആ ശിരസിലേറ്റി ചുവട് വയ്ക്കുന്നത്. ഈ ഒരു ആചാരത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ഇത് വന്നിട്ട് ഒരു രുദ്രയും ഭദ്രയും എന്നുള്ള 2 ഭാവങ്ങൾ, ദേവിയുടെ ഭാവങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ഈ 2 ഭാവങ്ങളുള്ള ദേവിയെ ഇവിടെ ദർശിക്കാൻ പറ്റും. ഇത് മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ ആഗമശാസ്ത്രം അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയല്ല, മറിച്ച്
എടുത്തു മാറ്റി കൊണ്ടുപോകാൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മുടി എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത്. ഈ മുടി ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് ആ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇത് ഇവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാളഗ്രാമം ഇതിനകത്ത് അടക്കിയിട്ടുണ്ട്. ഇത് പ്രതിഷ്ഠിച്ചത്, ഇതിനെ ശക്തി പകർന്നു കൊടുത്തത് ബില്ലുമംഗലം സ്വാമികൾ എന്നുള്ളത് അവിടെ പ്രസിദ്ധനായ ഒരു സന്യാസി വര്യനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരിക്കുന്നു എങ്കിൽ പോലും ഇത് വന്നിട്ട് തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു മുൻപ്. തിരുവിതാംകൂർ സംസ്ഥാനത്ത് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന്, രാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ സർവ്വജാതി മതസ്ഥരും ഇവിടെ പങ്കെടുക്കുന്ന വഴിവുണ്ട്. ഈ തൂക്ക നേർച്ച നടത്തുന്നതിൽ ഒരു നല്ല ഭാഗം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഇവിടെ ഇന്നത്തെ അന്നദാനം നടത്തുന്നത് ഒരു മുസ്ലിം നാമധാരിയാണ്. ഇങ്ങനെയുള്ള സവിശേഷതകളോടുകൂടി ജാതിപതഭേദമന്യേ എല്ലാ ജനങ്ങളും ഇവിടെ പങ്കെടുക്കുന്നു, ഉത്സവത്തിൽ പങ്കെടുക്കുന്നു, നേർച്ചകൾ നടത്തുന്നു. അതിന് യാതൊരു തടസ്സമൊന്നുമില്ല. നമ്മളും ഈ ക്ഷേത്ര ഭരണസമിതിയും അതിനവരെ എൻകറേജ് ചെയ്യുന്നതല്ലാതെ നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇതുവരെ ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നാനാജാതി മതസ്ഥർ ഈ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണ്. ഇപ്പോഴിതാ ഒരു തേര് കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രദക്ഷിണം വച്ച് കുഞ്ഞുങ്ങളെ താഴേക്കിറക്കി മറ്റ് 4 കുഞ്ഞുങ്ങളെ ഈ തൂക്കക്കാർ മുകളിലോട്ട് ഈ വില്ലിൽ ഉയർത്താനുള്ള ആ ഒരു തയ്യാറെടുപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം തന്നെ ഈ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും. പിന്നീട് അടുത്ത പ്രദക്ഷിണം. അങ്ങനെ 1 മണിക്കൂറിൽ ഏകദേശം 15 മുതൽ 19 വരെ ഈ തൂക്കക്കാരാണ് ഈ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമാവുക. ഈ വില്ലിൽ തൂക്കം, ഈ തേര് ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കും. അങ്ങനെ ഈ പ്രദക്ഷിണം 1124 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തേര് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ ഏകദേശം പുലർച്ചെയാകും. ഏകദേശം 2-3 മണിവരെയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ആകും എന്ന് തന്നെയാണ് ഈ സംഘാടകർ നമ്മോട് പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒപ്പം ദേവസ്വം പ്രസിഡൻറ്റും പറഞ്ഞിരിക്കുന്നത് അക്കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാ തരത്തിലും ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങൾക്കോ ഇടവരുത്താതെ എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ് ഈ കൊല്ലങ്കോട് തൂക്കം എന്ന് പറയുന്നത്. കൊല്ലങ്കോട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം മുഴുവൻ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ അമ്മയുടെ മഹാത്മ്യം, അനുഗ്രഹം അറിഞ്ഞുകൊണ്ട്, കേട്ടും കണ്ടും അറിഞ്ഞുകൊണ്ട് നിരവധി ഭക്തർ ഇക്കുറി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഭക്തിയുടെ ഒരു ആത്മസമർപ്പണം തന്നെയാണ് നമുക്ക് ഈ കൊല്ലങ്കോട് അമ്മയുടെ തിരുസന്നിധിയിൽ കാണാൻ സാധിക്കുന്നത്. 2 ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ദേവി, ശാന്തസ്വരൂപിണിയായും അതേപോലെ തന്നെ സംഹാരരൂപിണിയായും കുടികൊള്ളുന്ന ദേവി. അമ്മയുടെ പിറന്നാൾ സുദിനമാണ്. ഈ പിറന്നാൾ ദിനം ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെയും ലഭിക്കും. അതൊക്കെയും ഞങ്ങൾ അനുഭവസ്ഥരാണ് എന്ന് തന്നെയാണ് ഓരോ ഭക്തഹൃദയങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും പറയാനുള്ളത്. അങ്ങനെ മനോഹരമായൊരു കാഴ്ച. ഓരോ മണിക്കൂർ കഴിയും തോറും ഈ തിരക്ക് വർദ്ധിച്ചു വരുന്ന, തിരക്ക് കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇപ്പോഴും വലിയ ഒഴുക്ക് തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണ്. വാഹനങ്ങൾക്ക് ഇവിടത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അത്രയും തിരക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ദൂരെ നിർത്തി അവിടെ നിന്നും കാൽനടയായി കിലോമീറ്ററുകൾ നടന്ന് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് അവരൊക്കെയും നിറഞ്ഞ മനസ്സോടെ, ആത്മസംതൃപ്തിയോടെ, ആത്മസമർപ്പണത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ദേശത്തിൻ്റെ ഉത്സവം, ദേശത്തിൻ്റെ മഹോത്സവം ഒരു നാട് മാത്രമല്ല, പല നാടുകൾ ഒരുപോലെ, ഒരു മനം പോലെ കൊണ്ടാടുന്ന മനോഹരമായ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ മണ്ണിൽ ഇങ്ങനൊരു ഉത്സവം നടക്കുമ്പോൾ അതിലേറെ പ്രത്യേകതയുണ്ട്. സനാതനധർമ്മത്തിനെതിരെയുള്ള കടന്നുകയറ്റമൊക്കെയും തമിഴ്നാട് സർക്കാരിൻ്റെ സ്റ്റാലിൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയും ഉണ്ടാകുമ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ ഒരു മഹോത്സവം ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടപ്പെടുന്നു. ഒരു ഉത്സവമായി, മഹോത്സവമായി ഇതിനെ മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ തൂക്കച്ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം.
അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം നമ്മോട് കാര്യങ്ങൾ സൂചിപ്പിക്കും. എങ്ങനെയാണ് ഈ തൂക്ക ചടങ്ങിന്, ഇപ്പോൾ വില്ലിൽ തൂക്കൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു ഘട്ടമൊക്കെ എങ്ങനെയാണ്? ഈ തൂക്കച്ചടങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ മൂട്ടിൽ പലതര വർക്കുകളും പല സുഹൃത്തുക്കളും ജാതിമത ഭേദമന്യേ എല്ലാ സുഹൃത്തുക്കളും അതിലുണ്ട്. അതിൽ കച്ച കെട്ടുന്നവരുണ്ട്, വില്ലിൻ്റെ മൂട്ടിൽ കുഞ്ഞിനെ കൊടുക്കുന്നവരുണ്ട്, വില്ലിൻ്റെ മൂട്ടിൽ ഊക്കിൽ കയറ്റിവിടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലെ ആളുകളും പല രീതിയിലുള്ള ജോലികളാണ് അവിടെ ചെയ്യുന്നത്. അത് വളരെ മഹാത്മ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്. സെക്കൻഡ്ലി ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഇവിടെ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ഒരു വർഷത്തെ ആയുസ്സും ആരോഗ്യം എന്നാണ് നമ്മൾ അതിൽ വിശേഷിപ്പിക്കുകയും അത് അനുഭവത്തിൻ്റെ കൂടെ നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളെയും വില്ല് തൂക്കുമ്പോൾ ഈ സുരക്ഷ അതൊരു പ്രധാനമാണല്ലോ, അതിൻ്റെ ഒരു ഘട്ടമൊക്കെ എങ്ങനെയാണ്? സുരക്ഷയ്ക്ക് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് പോലെയും ദേവസ്വത്തിൻ്റെയും മാനദണ്ഡം അനുസരിച്ച് തൂങ്ങുന്നവർക്കും സേഫ്റ്റി രീതിക്കുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്കും സേഫ്റ്റി ബെൽറ്റും തൂങ്ങാൻ വേണ്ടി വില്ലിൽ കയറ്റുന്ന കുട്ടികളുടെ തൂങ്ങുന്നവരുടെ നമ്മുടെ ഈ നടുഭാഗത്തുള്ള കച്ചയിൽ കുട്ടിക്കുള്ള സേഫ്റ്റി ബെൽറ്റിൻ്റെ ഊക്കും കാര്യമൊക്കെ കൊടുത്ത് ഏതൊരു വിധമായിട്ടും എല്ലാ രീതിയിലും നല്ല നമ്പർ 1 സുരക്ഷ രീതിയാണ് ഇവിടെ പിൻപാലിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ഈ പറഞ്ഞു ഈ സുരക്ഷാ കാര്യത്തിലുള്ള അതീവമായ ശ്രദ്ധ, ഒപ്പം ഈ വില്ലിൻ്റെ ഒരു ബലം, അതിൻ്റെ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പരിശോധന എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് ഒരു തൂക്കം കഴിഞ്ഞാൽ അടുത്ത തൂക്കം വരുന്നതിന് മുമ്പ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യവും എല്ലാം ദേവസ്വത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ബാക്കി അവരുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ പരിശോധനകളും കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അതിൽ ഗവൺമെൻറ് തലത്തിലും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ഒപ്പം ഈ തൂക്കക്കാർ സാധാരണ വേഷത്തിലല്ല ഈ വില്ലിൽ തൂങ്ങുന്നത്, അവർക്ക് പ്രത്യേക വേഷവിധാനങ്ങളുണ്ട്, കയ്യിൽ പരിചയം, അങ്ങനെയൊക്കെയുള്ള ഒരു സവിശേഷത ഇതിനുണ്ടല്ലേ? അത് ഇപ്പോൾ തൂക്കം നേർച്ചയ്ക്ക് 7 ദിവസം അമ്മയുടെ നടയിൽ വ്രതമെടുത്തിരിക്കുകയും വീട്ടിലെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചാൽ കുഞ്ഞിൻ്റെ വീട്ടുകാരിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് വില്ലിൽ തൂങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില വില്ലിൽ കുഞ്ഞുങ്ങളുണ്ട്, ചില വില്ലിൽ കുഞ്ഞുങ്ങളില്ലാതെ വില്ലും പരിചയം കൊണ്ട് തൂങ്ങുന്നതിനുള്ള അങ്ങനെ ഒരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പോൾ ഒരു മരണം, വീട്ടിലൊരു കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ക്ഷേത്രത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ തൂക്കം തൂങ്ങുന്നവർ 7 ദിവസത്തെ വ്രതം അനുസരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ നിലയിൽ അവൻ തൂക്കം തൂങ്ങി ഇറങ്ങുന്നു. ആ വില്ലും പരിചയമാണ് അമ്മയുടെ ആയുധം എന്നാണ് ഐതിഹ്യം, വിശ്വാസത്തിൻ്റെ പുറത്ത്. അതുതന്നെയാണ്. അങ്ങനെ ഓരോ വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ സവിശേഷമായ ചടങ്ങുകളും നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിന് കാണാൻ സാധിക്കും, നിരവധി ഭക്തരാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഓരോ മണിക്കൂറുകൾ കഴിയും തോറും, ഓരോ നിമിഷങ്ങൾ കഴിയും തോറും ഈ ദേശം മുഴുവൻ ജനസമുദ്രമായി മാറും. ഒരു തീരദേശ ഗ്രാമമാണ്. ഈ തീരദേശ ഗ്രാമം ഒരു ജനസാഗരമായിട്ട് തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രത്തോളം ഭക്തിയുടെ നിർവൃതിയിലാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും. അവരൊക്കെയും ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.